ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്നിവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് മണ്ണിൽ കുമ്മായം ചേർക്കുന്നതിലൂടെ മണ്ണിൻ്റെ അസിഡിറ്റി എങ്ങനെ മാറ്റിയെടുക്കാമെന്നും അതുപോലെ തന്നെ മണ്ണിൽ കുമ്മായം ചേർത്ത് ഇളക്കുന്നതിലൂടെ നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ നശിക്കുമോ, അതായത് നമ്മുടെ മണ്ണിലുള്ള മിത്രകീടങ്ങളുടെ സർവനാശമായിരിക്കുമോ ഫലം എന്നുള്ളതൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്, അതായത് പുളിരസം, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മണ്ണിൽ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിലൂടെ എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുന്നതെന്നും മറ്റുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യമേ തന്നെ പറയാം, നമ്മുടെ വീഡിയോയ്ക്ക് അല്പം നീട്ടം കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ കുമ്മായത്തെക്കുറിച്ചാണ്. അത് പെട്ടെന്ന് ഒന്നോ രണ്ടോ വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ പറഞ്ഞു തീർത്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഉപയോഗമുള്ളൂ. കാരണം ഇതിലെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട മെയിനായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും വിജയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരുപാട് പേരെന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം. നമുക്ക് 50% കൃഷിയെക്കുറിച്ച് ഈ രീതിയിൽ, അതായത് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിന് കുമ്മായത്തിൻ്റെ ആവശ്യകതയും മറ്റും നമുക്ക് ഒരു 50% വരെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കി 50% നമ്മൾ ഈ കൃഷി ചെയ്ത് മാത്രമേ നമുക്കിത് മനസ്സിലാവൂ. അതായത് നമ്മൾ കൃഷി ചെയ്ത് സ്വയം അത് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുമ്മായം ചേർത്തതുകൊണ്ട് ഗുണമുണ്ടോ അതോ ദോഷമുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് കുമ്മായത്തെക്കുറിച്ച് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ തന്നെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് മനസ്സിലാവൂ. അതും സ്വമേധയാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ pH ലെവൽ എന്നതിനെക്കുറിച്ച് നോക്കാം. അതായത് അമ്ലത എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഈ അമ്ലത നമ്മൾ മണ്ണിൽ നിന്ന് മാറ്റുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്? ഈ മണ്ണിലേക്ക് ചേർക്കുന്നതിലൂടെ ഈ മണ്ണിലുള്ള അമ്ലത അത് മാറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ മണ്ണിൽ യഥാർത്ഥത്തിൽ ഈ അമ്ലത വരാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് രാസവള പ്രയോഗങ്ങൾ കൊണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ മണ്ണിൻ്റെ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ, അതായത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ കുത്തിയൊലിച്ചു വരുന്ന മഴയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തിയൊലിച്ചുള്ള മഴയിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ മണ്ണിലുള്ള ജൈവാംശം മൊത്തം ഒലിച്ചു പോകും. അതുപോലെ തന്നെ മണ്ണിലുള്ള ധാതുക്കളും നമുക്ക് നഷ്ടപ്പെടും. ധാതുക്കൾ നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ മണ്ണിലുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെടും. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നമ്മുടെ മണ്ണിലുള്ള ധാതുക്കളുടെ ബാലൻസിങ് തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് മാത്രമല്ല നഷ്ടപ്പെടും. ഇതുപോലെ നമ്മുടെ മണ്ണിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന സമയത്താണ് മണ്ണിൽ അമ്ലത കൂടുന്നത്. അതുപോലെ തന്നെ നമ്മളെ മണ്ണിൽ ഈ മഴ സമയത്ത് ഇടിമിന്നലൊക്കെ വരുമല്ലേ, ആ സമയത്ത് നമ്മളെ മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് നൈട്രജൻ്റെ ഫിക്സിങ് നടക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടിമിന്നലിലൂടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ മണ്ണിലേക്ക് എത്തുന്നത് നൈട്രജൻ്റെ അളവാണ്. അതിലൂടെയും നമ്മളെ മണ്ണിൽ കൂടുതൽ നൈട്രജൻ്റെ അളവ് എത്തും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അമ്ലത വരുന്ന മണ്ണിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മജീവികളൊക്കെ ഒലിച്ചു പോയി മറ്റ് സൂക്ഷ്മമൂലകങ്ങളൊന്നും ചെടിക്ക് ലഭിക്കാതെ വരുമ്പോൾ എന്തുണ്ടാവും? സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം
നിലച്ചു പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ മണ്ണിലേക്ക് ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മാണുക്കൾ എത്തുകയും അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയും സൂക്ഷ്മ ജീവികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, അതായത് ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ചെടികൾക്ക് രോഗകീടബാധകൾ കൂടുകയും അതുപോലെ തന്നെ ചെടികളുടെ വേരുകളിൽ നിമാവിരകളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ബാക്ടീരിയൽ വാട്ടം, വേര് ചീയൽ എന്നീ അസുഖങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ പോഷകങ്ങളും മൂലകങ്ങളും ഒക്കെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നല്ല ആരോഗ്യത്തോടെ ചെടികൾക്ക് വളരാൻ സാധിക്കുകയില്ല. അങ്ങനെ ആരോഗ്യത്തോടെ വളരാൻ കഴിയാത്ത ചെടികളിൽ രോഗകീടബാധയുടെ ആക്രമണം കൂടുതലായിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നമ്മുടെ ചെടികൾക്ക് വിളവ് വളരെ കുറവായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അമ്ലത കൊണ്ട് ചെടികൾക്കുണ്ടാവുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അമ്ലത മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ ഡോളോമേറ്റ് ചേർക്കും, അതുപോലെ തന്നെ ഇല്ലായെങ്കിൽ ഒരു 90% നമ്മൾ ചേർക്കുന്നത് പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ന്യൂട്രൽ ആവുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളെ അടുത്ത ചോദ്യം. സാധാരണഗതിയിൽ pH ലെവൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ലെവലാണ്. 7 താഴെ 6 വരെ നമുക്ക് എല്ലാവിധ പച്ചക്കറികളും നടാൻ പറ്റിയ ഒരു pH ലെവലാണ്. എന്നാൽ ഈ വലിയ വിളകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം അവർക്ക് മണ്ണിൻ്റെ ഒരുപാട് ഡെപ്തിൽ നിന്നും ഒരുപാട് ചുറ്റളവിൽ നിന്നും മറ്റുമുള്ള ജൈവവളങ്ങളെ സ്വീകരിക്കുവാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ വളരെ നീളത്തിലുള്ള തായ്വേരുകളുണ്ട്. അതിലൂടെയൊക്കെ ചെടിക്ക് ആവശ്യമുള്ള ജീവാണുക്കളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവും. എന്നാൽ നമ്മളെ പച്ചക്കറി വിളകളെന്ന് പറഞ്ഞാൽ അതിന് കൂടിപ്പോയ ഒരടി അകലത്തിൽ മാത്രമേ അതിൻ്റെ പക്കുവേരുകൾ പോയി അതിന് വേണ്ടുന്ന ജലവും അതുപോലെ തന്നെ ലവണങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പച്ചക്കറി വിളകളുടെ വേരുകളുടെ അരികിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കറക്റ്റ് കിട്ടണം. അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മളെ പച്ചക്കറി വിളകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ pH ലെവൽ ഒരു 7 മുതൽ 6 വരെ ആ ഒരു ലെവലിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പച്ചക്കറി ചെടികളിൽ നിന്നും നല്ല വിളകൾ കിട്ടും. അതുപോലെ തന്നെ 6 നിന്ന് 5 പോയി കഴിഞ്ഞാലോ നമ്മളെ മണ്ണിൽ അമ്ലത കൂടും. അതുപോലെ അമ്ലത കൂടിയാലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വിളകളിൽ നിന്നും ഒരു 25% നമുക്ക് വിളവ് കുറവായിരിക്കും. അതാണ് എടുത്തു പറയേണ്ട ഒരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്ക് കീടബാധകൾ കൂടുതലുമായിരിക്കും. എന്നാൽ നമ്മളെ pH ലെവൽ 5 നിന്നും താഴെയാണെങ്കിലോ വീണ്ടും നമുക്ക് കൂടുതലായിട്ട് വിളവ് കുറയും. അതുപോലെ തന്നെ നമുക്ക് ചിലവ് കൂടും. അതായത് നമ്മുടെ കൃഷിക്കുള്ള ചിലവ് നമുക്ക് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് കുമ്മായവും ഡോളോമേറ്റും ഒക്കെ ചേർത്ത് നമ്മളെ മണ്ണിൻ്റെ pH ലെവൽ ക്രമീകരിക്കാൻ സാധിക്കുമോ? ബാലൻസ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണിൽ ഇളക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഡോളോമേറ്റ് ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുമ്മായവും ഡോളോമേറ്റും ഒക്കെ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാലൻസ് ചെയ്യലാണ് നമ്മൾ പ്രധാനമായും ചെയ്തു കൊടുക്കുന്നത്, ഈ കുമ്മായമിടയിലൂടെ നടക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 ഘടകങ്ങൾ തന്നെയാണ് കുമ്മായവും ഡോളോമേറ്റും. നമ്മുടെ ഡോളോമേറ്റിലാണെങ്കിൽ കാൽസ്യവും അതുപോലെ തന്നെ മഗ്നീഷ്യവും ഉണ്ട്. കുമ്മായത്തിലാണെങ്കിലോ നമുക്ക് കാൽസ്യം മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇതിലുണ്ടാവുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ മണ്ണിലും നമുക്ക് ഡോളോമേറ്റ് ചേർക്കാൻ സാധിച്ചെന്ന് വരില്ല. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ചില മണ്ണുകളിലൊക്കെ മഗ്നീഷ്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ കുമ്മായം മാത്രമേ മണ്ണിൽ ചേർത്ത് കൊടുക്കൂ. ഇത് രണ്ടുമില്ലാത്ത സമയത്താണ് നമ്മൾ ഡോളോമേറ്റ് അധികമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ നമ്മളെ ഡോളോമേറ്റിൻ്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് കുമ്മായത്തിനേക്കാളും കൂടുതലാണ്. അതായത് കുമ്മായത്തിൻ്റെ പ്രവർത്തനക്ഷമത ഒരു 100%
ഇതൊരു 100-110% വരെ ഡോളോമേറ്റിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതലായിരിക്കും. കാരണം ഇത് വളരെ നൈസായ പൊടിയാണ് നമ്മളെ ഡോളോമേറ്റ്. അത് നമ്മളെ മണ്ണിലേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു ചേരും, മണ്ണുമായിട്ട് ലയിച്ചു ചേരും. കുമ്മായം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പൗഡർ രൂപത്തിൽ പൊടിച്ചെടുത്ത് കൊടുക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്ക് ഗ്രാനൈഡ് രൂപത്തിലാണ് അധികം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിലെ pH ലെവൽ ക്രമീകരിക്കാൻ കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേരുപടലത്തിന് താഴെയുള്ള പൊട്ടാഷ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ ഇതെല്ലാം വലിച്ചെടുക്കാൻ വേരുകൾക്ക് സാധിക്കും. അതെങ്ങനെയാണ് വേരുകൾക്ക് സാധിക്കുന്നത്? മണ്ണ് ജീവനുള്ളതാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം? നമ്മുടെ മണ്ണിൽ റൈസോബിയം ബാക്ടീരിയയൊക്കെ പ്രവർത്തനക്ഷമമാകും. ഈ റൈസോബിയം ബാക്ടീരിയ പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മുടെ മണ്ണിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കും. ഈ നൈട്രജൻ ഫിക്സേഷൻ നടന്നു കഴിഞ്ഞാൽ നൈട്രേറ്റിനെ നൈട്രജനാക്കും. ഇങ്ങനെ നൈട്രജനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ചെടികൾക്ക് ഈ നൈട്രജനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടികൾക്ക് ഈ ഇലകളിലൊക്കെ നല്ല പച്ചപ്പുണ്ടാകും. പെട്ടെന്ന് തന്നെ ചെടികൾ വളർന്നു വരികയും ചെയ്യും. നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അതുപോലെ തന്നെ ഈ ചെടികൾക്ക് നൈട്രജൻ നല്ലതുപോലെ കിട്ടിയാൽ മാത്രമേ ചെടികൾക്ക് കൂടുതലായും പൊട്ടാസ്യത്തെ വലിച്ചെടുക്കുവാനുള്ള ഒരു ശക്തി ഉണ്ടാവൂ. ഇതൊക്കെ വളരെ കൃത്യമായി നമ്മളെ മണ്ണിൽ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചെടികളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലെ അമ്ലത കുറയ്ക്കണം. ഇതുപോലെ അമ്ലത കുറയ്ക്കണമെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് ഈ ഡോളോമേറ്റോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടിയോ, നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് കുമ്മായവും ഡോളോമേറ്റും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവെങ്ങനെയാണ്? പ്രധാനമായും നമ്മൾ ഓരോ പോയിൻറ്റിനും അനുസരിച്ചാണ് നമ്മൾ മണ്ണിലേക്ക് കുമ്മായവും ഡോളോമേറ്റും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഓരോ മണ്ണിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത്. മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്കലുള്ള മണ്ണുണ്ട്, ചേടി നിറഞ്ഞ മണ്ണുണ്ട്, അതുപോലെ തന്നെ മണൽ കൂടിയ മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്. കറുത്ത മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളെ പാലക്കാട്, ചിറ്റൂർ ആ ഭാഗത്തൊക്കെ pH ലെവൽ 6 മേലെയുള്ള മണ്ണുകളാണ്. നല്ല കറുത്ത മണ്ണാണ്. കരിമ്പ് കൃഷിക്കൊക്കെ വളരെ യോജിച്ച മണ്ണുമാണ്. ഈ കരിമ്പ് കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മണ്ണിൽ 6 മുകളിൽ 6.5 മുകളിൽ pH ലെവൽ കറക്റ്റായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മളെ കരിമ്പ് കൃഷിയൊക്കെ നല്ലതുപോലെ വിജയിക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മണ്ണുള്ളിടത്ത് നമ്മൾ pH ലെവൽ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് pH ലെവൽ പരിശോധിക്കേണ്ടത്? ഇപ്പോൾ എല്ലാവരും കടകളിൽ നിന്നും ഓൺലൈനിൽ നിന്നുമൊക്കെ pH മീറ്റർ വാങ്ങിക്കും. എന്നിട്ട് അത് വെച്ച് പരിശോധിക്കും. pH മീറ്റർ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ pH ലെവൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അല്ലാതെ നമ്മൾ മണ്ണിലുള്ള ജൈവാംശം എന്താണ്, അതുപോലെ തന്നെ മണ്ണിലുള്ള ധാതുക്കൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അങ്ങനെ നമ്മൾ അറിയാത്ത ഒരു കാരണവശാലും നമ്മളെ മണ്ണിൽ അമ്ലത മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ കുമ്മായപ്പൊടി വാരി വിതറിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ കൃഷിക്ക് യോഗ്യമായ മണ്ണ് എന്താണ്, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മണ്ണ് പരിശോധനയ്ക്ക് കൊടുക്കണം. ഇതിന് നല്ലൊരു റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ ലാബിൽ കൊടുത്ത് തന്നെ മണ്ണ് പരിശോധിക്കണം. നമ്മുടെ കൃഷിഭവൻ മുഖേന നമുക്ക് ഓരോ പഞ്ചായത്തിലും മണ്ണ് പരിശോധന ലാബുകൾ ലഭ്യമാണ്. ഇനി അഥവാ അങ്ങനെയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് പരിശോധിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ധാരാളം പണച്ചെലവൊന്നുമില്ല. വളരെ കുറഞ്ഞ ചെറിയൊരു ഫീസ് മാത്രമേ അതിന് ഈടാക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ലാബുകളിൽ കൊടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ മണ്ണിൽ ഏതൊക്കെ ധാതുക്കളാണ് കൂടുതൽ, ഏതൊക്കെ ധാതുക്കളാണ് കുറവ് എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ലാബുകളിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണിൽ ഡോളോമേറ്റാണോ അതേപോലെ തന്നെ നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെ മണ്ണിൽ pH ലെവൽ 6 7 ഒക്കെ മുകളിലാണ് എന്ന് തോന്നുന്നത്
മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ പോയി നമ്മൾ 1 ഏക്കറിലേക്ക് 300ഉം 200ഉം കിലോ കുമ്മായപ്പൊടികൾ വാരി അങ്ങ് വിതറുകയോ അല്ലെങ്കിൽ ഡോളോമേറ്റ് വാരി വിതറുകയോ ചെയ്യുകയല്ല വേണ്ടത്. ചിലപ്പോൾ നമ്മുടെ മണ്ണിൽ അമ്ലത കുറവുണ്ടാവും, ശരിയാണ്. പക്ഷേ മണ്ണിൽ ധാതുക്കളുടെ അളവ് കൂടുതലായിരിക്കും. മറ്റ് സൂക്ഷ്മമൂലകങ്ങൾ എത്ര കുറവുണ്ട് അതുപോലെ തന്നെ എത്ര കൂടുതലുണ്ട് എന്നുള്ളതും അറിയില്ല. അതും കൂടി അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കൃഷി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളെ മണ്ണ് ഫലഭൂയിഷ്ഠതയുള്ള മണ്ണ് ജീവനുള്ളതാവൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ ഏതാണ് നമ്മൾ മണ്ണിലേക്ക് ചേർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് കുമ്മായത്തെക്കുറിച്ചുള്ള കൃഷി രീതികളും അതുപോലെ തന്നെ ഇത് നമുക്കെങ്ങനെയാണ് മണ്ണിൽ വിതറുന്നത് എന്നുള്ളത് 50% മാത്രമേ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും അതുപോലെ തന്നെ ബാക്കി 50% നിങ്ങൾക്ക് കൃഷിയിലൂടെ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളതും, അതായത് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതും പറഞ്ഞത്. അപ്പോൾ എനിക്ക് വന്ന ഒരു കർഷകൻ്റെ സംശയമെന്ന് പറയുന്നത് മണ്ണിൽ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിൽ സർവനാശം സംഭവിക്കില്ലേ, അതായത് മണ്ണിലുള്ള മിത്ര ബാക്ടീരിയകളും ഇതോടൊപ്പം നശിച്ചു പോകില്ലേ എന്നാണ് ആ കർഷകൻ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ മണ്ണിൽ അമ്ലത കൂടുതലുള്ള മണ്ണാണെങ്കിൽ അതിൽ സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു വാഴക്കുഴി തന്നെ എടുക്കാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു വാഴ നടാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2ക്ക് 2ആണ്. അതായത് 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച. അപ്പോൾ നമ്മുടെ മണ്ണിൽ 6ന് താഴെയാണ് pH ലെവലെങ്കിൽ നമ്മൾ കുഴിയെടുക്കുമ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ള നമ്മളെ മേൽമണ്ണ് നമ്മൾ അത് മാറ്റിയിടും. ബാക്കിയുള്ള മണ്ണ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിടും. എന്നിട്ട് നമ്മൾ ആ കുഴിയിലേക്ക് കുമ്മായം ഇട്ട് കൊടുക്കും. കുമ്മായം ഇട്ട് കൊടുക്കുന്നതിൻ്റെ അളവ് എത്രയാണ്? നമ്മൾ അമ്ലത്വം അല്ലെങ്കിൽ pH ലെവൽ 6ന് താഴെയാണെന്നുണ്ടെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ വരെ കൊടുക്കാം. അത് നോർമലായിട്ട്. ചിലപ്പോൾ അതിലധികവും കൊടുക്കേണ്ടി വരും. അതാണ് മണ്ണ് പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ വാഴക്കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുന്നു. 2 അടി നീളം, 2 അടി വീതി, 2 അടി താഴ്ച. ഇതാണ് നമ്മൾ വാഴക്കുഴിയുടെ അളവ്. അങ്ങനെ വാഴ നടുമ്പോൾ നമുക്ക് ഏകദേശം ആ കുഴിക്ക് 1 മൂട് വാഴയ്ക്ക് നടാൻ വേണ്ടി വേണ്ട നമ്മൾ കുമ്മായപ്പൊടി എന്ന് പറയുന്നത് 10 ടേബിൾ സ്പൂണാണ്. അതിൽ കൂടുതലും കൊടുക്കേണ്ടി വരും. അത് മണ്ണിനനുസരിച്ചാണ്. ഞാനൊരു ഏകദേശ രൂപം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിൽ കുമ്മായം ഇട്ട് കൊടുത്താൽ മാത്രം മതിയോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കുമ്മായപ്പൊടി ഇട്ട മണ്ണിലേക്ക് വെള്ളം നനച്ചു കൊടുക്കണം. ആ മണ്ണിലേക്ക് നമ്മൾ ഈ കുമ്മായത്തെ നല്ലതുപോലെ മണ്ണിലേക്ക് ലയിപ്പിച്ചു കൊടുക്കണം. അത് ഈ വെള്ളം ഒഴിക്കുന്നതിലൂടെ, കൂടുതൽ വെള്ളം കോരി ഒഴിക്കേണ്ട, ചെറുതായിട്ട് നന കൊടുക്കുന്നതിലൂടെ ഇതിൻ്റെ ഈർപ്പം ആ മണ്ണിലേക്ക് പിടിക്കും. ഇങ്ങനെയാണ് അമ്ലതയുള്ള മണ്ണിനെ നമ്മൾ നല്ലതുപോലെ അമ്ലത്വം നശിപ്പിച്ച് കൃഷിക്ക് യോഗ്യമാക്കി എടുക്കുന്നത്. ചെറുതായിട്ട് കുമ്മായപ്പൊടിയുടെ മുകളിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ മണ്ണിലേക്ക് നല്ലതുപോലെ കുമ്മായപ്പൊടിയെ ലയിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞൊരു 15 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ 10 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടിരിക്കുന്ന മേൽമണ്ണ് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ മേൽമണ്ണ് എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ വർദ്ധിച്ചൊരു മണ്ണാണ്. ധാരാളമായിട്ട് അതിലുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മണ്ണിട്ടതിന് ശേഷം നമ്മൾ എടുത്ത കുഴിയുടെ സൈഡ് ഭാഗത്തുള്ള ഈ 10 സെൻറ്റിമീറ്റർ താഴ്ചയിൽ മാത്രമുള്ള മേൽമണ്ണും കൂടി കുറച്ചതിലേക്കിട്ട് നമ്മളൊന്ന് നിമത്തി കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ചാണകപ്പൊടി, അല്ല എന്നുണ്ടെങ്കിൽ ആട്ടുംകാഷ്ടം, അല്ലെങ്കിൽ കോഴിവളം, ഇവയൊക്കെ നമുക്ക് മിക്സ് ചെയ്തതായിട്ടുള്ള വളങ്ങളോ ഒക്കെ നമുക്ക് മുകളിലേക്ക് നിറച്ചു കൊടുക്കാം. ഇങ്ങനെ ജൈവവളം നമ്മളൊന്ന് നിറച്ചതിന് ശേഷം
വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കണം നല്ലതുപോലെ മണ്ണ്, അതുപോലെ തന്നെ ജൈവവളത്തെയും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില ഉണ്ടെങ്കിൽ അത്, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പുരയിടത്തിലുള്ള നല്ല പച്ചിലകളൊക്കെ വാരി ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ വളരെ നല്ലത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിലില്ലാത്ത സൂക്ഷ്മജീവികളുടെ വളർച്ച ദ്രുതപ്പെടുത്തും. അതുപോലെ തന്നെ അതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. പെട്ടെന്ന് സൂക്ഷ്മാണുക്കളെ മണ്ണിൽ വളർത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ജീവാംശം തീരെയില്ലാതെ ഉള്ള മണ്ണുകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ചെടി നട്ട കുഴികളിലേക്ക് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ കൃഷി ചെയ്യുന്നത്. ആ മണ്ണിലേക്ക് നമുക്ക് പെട്ടെന്ന് ജീവനുള്ള സൂക്ഷ്മാണുക്കളെ വളർത്തിയെടുക്കുവാനും മിത്ര ബാക്ടീരിയകളെ വളർത്തിയെടുക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള പുളിപ്പിച്ച വസ്തുക്കൾ, അതായത് കടലപ്പിണ്ണാക്ക് പോലുള്ള പിണ്ണാക്കുകൾ പുളിപ്പിച്ച വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ മണ്ണിൽ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ജൈവ സ്ലറികൾ, ജൈവ വളങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് മണ്ണിനെ പരിപോഷിപ്പിച്ചെടുക്കുവാനും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ജീവൻ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ മണ്ണിലേക്ക് ചെടികൾ നട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ആ ജൈവവളങ്ങളെയൊക്കെ വലിച്ചെടുക്കാൻ ചെടിക്ക് പാകത്തിലാകണമെങ്കിൽ ഇതൊരു 15 ദിവസമെങ്കിലും ഇതുപോലെ ജൈവവളങ്ങൾ നനച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന 15 ദിവസം കഴിഞ്ഞ മണ്ണിലേക്ക് നിറച്ചു കൊടുക്കുക എന്നതാണ്. അതായത് ട്രീറ്റ് ചെയ്ത് നമ്മൾ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ജൈവവളം നേരത്തെ പറഞ്ഞ രീതിയിൽ മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 ദിവസം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അത് വളരെ നല്ലത്. ഇങ്ങനെ നമ്മൾ ഒരു 15 ദിവസം കൂടെ എക്സ്ട്രാ നമ്മൾ ഈ കുഴികളിലേക്ക് ഇട്ടിരിക്കുന്ന ഈ മേൽമണ്ണും ജൈവവളവും 15 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ചെടികൾ നടുന്നത് എങ്കിൽ നമ്മളെ ചെടി പെട്ടെന്ന് ആ വളത്തെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ നല്ല ദൃഢതയോടുകൂടി അത് വളർന്നു വരുവാനും ഇടയാക്കും. അതായത് ചെടിയുടെ വളർച്ചയെ ദ്രുതഗതിയിലേക്കാക്കും. അല്ല എങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ ജൈവവളമൊക്കെ കൊടുത്ത് മേൽമണ്ണും ഇട്ട് മൂടിയതിന് ശേഷം അതും കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ചെടി നട്ടാൽ പോലും ആ ചെടിക്ക് ആ വളത്തെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ട്രീറ്റ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞ് മണ്ണിലേക്ക് ചെടികൾ നടുന്നതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ മേൽമണ്ണും അതുപോലെ തന്നെ ജൈവവളവും തമ്മിൽ മിക്സ് ചെയ്ത് നമ്മൾ നട്ട ഒരു ചെടിയുടെ വളർച്ചയും തമ്മിൽ നല്ലതുപോലെ വ്യത്യാസമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50% നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും അതുപോലെ തന്നെ 50% നമുക്ക് കൃഷി ചെയ്ത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 100% നിങ്ങളുടെ സംശയങ്ങൾ മാറിക്കിട്ടൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രക്രിയയിലൂടെ നമ്മളെ മണ്ണിൽ ഒരു സൂക്ഷ്മാണുക്കൾക്കും സർവനാശം സംഭവിക്കുന്നില്ല. അതായത് കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത ഏതെങ്കിലും ജീവികൾ ചത്തൊടുങ്ങുന്നോ അത് നമ്മളെ മണ്ണിലേക്ക് ഉണ്ടായി പുനർജനിച്ച് അതിശക്തിയോടുകൂടി അത് കരുത്തോടുകൂടി ചെടികളെ വളർത്തുമോ? കാരണം നമ്മൾ അങ്ങനെയാണ് കുമ്മായപ്പൊടിയിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ മണ്ണിലേക്ക് നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മേൽമണ്ണിലേക്കാണ് വളം ചേർത്ത് കൊടുക്കുന്നത്. അതായത് വാഴയുടെ ചുവട് ഭാഗം ഒന്ന് ചിക്കിയതിന് ശേഷം ആ ചെറിയ മണ്ണുകളൊക്കെ ഒന്ന് ഇളക്കി അതിന് മുകളിലേക്കല്ലേ വീണ്ടും നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ മണ്ണിൽ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ കുമ്മായം ഇനി ഈ വാഴച്ചെടിയുടെ ചുവട് ഭാഗത്ത് നമ്മൾ ഒരു 3 മാസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ നമുക്ക് ഈ തടത്തിൽ മേൽഭാഗത്ത് നമുക്ക് ഇത് കുമ്മായം വിതറി മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് നമുക്ക് ചെറിയ നനയും കൊടുത്ത് നിർത്തി വയ്ക്കാം. അങ്ങനെയും
പിന്നെയും പിന്നെയും ജനിക്കുന്ന അസിഡിറ്റി, നമുക്ക് മണ്ണിലെ അസിഡിറ്റി, അതായത് ചെടിയുടെ വളർച്ചാക്കുറവിനെ നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ 3 മാസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ കുമ്മായപ്പൊടി വാഴയുടെ ചുവട് ഭാഗത്ത് നമ്മൾ വിതറിക്കൊടുത്താൽ മാത്രം പോരാ. അത് നല്ലതുപോലെ കൊത്തി ഇളക്കിയതിന് ശേഷം മണ്ണുമായിട്ട് ലയിപ്പിച്ച് അതിലേക്ക് നമ്മൾ വെള്ളവും നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇത് ഇട്ട് കൊടുത്താൽ ചെടി പട്ടുപോവും, അല്ലെങ്കിൽ അത് പഴുത്ത് നശിച്ചു പോവും എന്ന് പറയുന്നത് ചൂട് കൊണ്ടാണ് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ നീറ്റുകക്ക പൊടിച്ചെടുക്കുമ്പോൾ മാത്രമേ കുമ്മായപ്പൊടിക്ക് ചൂടുണ്ടാവൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ചൂടുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ നീറ്റുകക്ക ഇട്ട് ഇതുപോലെ മണ്ണിലേക്ക് നമ്മൾ ഒരു ചെടി വലുതായതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ചൂടൊന്നും ഉണ്ടാവില്ല. അത് നല്ല നനവ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മളെ കുമ്മായം വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് നമ്മളെ മണ്ണിലേക്ക് ചേരുകയുമുള്ളൂ. ഈ ഒരു പ്രക്രിയയിലൂടെ കൂടുതലായും നമ്മളെ സൂക്ഷ്മജീവികൾക്ക് യാതൊരുവിധ സർവനാശവും സംഭവിക്കുന്നില്ല. വാഴയ്ക്ക് നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ കുമ്മായപ്പൊടി വിതറി നട്ടതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് കൊടുക്കുന്നത് വീണ്ടും 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ചെടിയൊന്ന് വളർന്ന് 3 മാസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനുശേഷം പിന്നെ 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഓരോരുത്തരും അമ്ലത അനുസരിച്ചാണ് നമ്മൾ കുമ്മായപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്നാൽ പച്ചക്കറി വിളകൾക്ക് നമ്മൾ കുമ്മായപ്പൊടി ലയിപ്പിച്ച്, അതായത് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ വളർച്ച അനുസരിച്ചാണ്. അതായത് ചെടിക്ക് കാൽസ്യം കൂടുതലായിട്ട് വേണം. അതായത് നമ്മളെ മുളക്, അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി വിളകളൊക്കെ ഉള്ളതിന് നമ്മൾ കാൽസ്യത്തിൻ്റെ അംശം കൂടുതലായിട്ട് വേണം. അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് ഈ ചുവട് ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് അതിൻ്റെ ചുവട് ഭാഗത്തുള്ള വളങ്ങൾ അതിന് സ്വീകരിക്കാൻ പറ്റാത്ത വിധമാകും. അതായത് നമ്മൾ ഒത്തിരി ജൈവവളങ്ങളൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്താലും ചെടിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല. അതായത് ഇലകൾ പഴുതിയിട്ട്, അതായത് ഒരുമാതിരി മഞ്ഞ കളർ അടിച്ച തന്നെയാണങ്ങ് നിൽക്കുന്നത് മൊത്തത്തിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് കുമ്മായപ്പൊടി, അതായത് ഒരു 5 ഗ്രാം എന്ന അളവിൽ നമുക്ക് എടുത്തതിന് ശേഷം നല്ലതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും ഈ ചെടിയുടെ ചുവട് ഭാഗം എപ്പോഴും നനവ് വേണം. നനവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കുമ്മായപ്പൊടി മണ്ണിൽ വിതറി കൊടുത്താലും ചെടിയുടെ ചുവട്ടിലേക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചൊഴിച്ചു കൊടുത്താലും ഇനി പൊടിയായിട്ട് ചെടിയുടെ ചുവട്ട് വിതറി കൊടുത്താലും മണ്ണുമായിട്ട് നല്ലതുപോലെ പ്രവർത്തിക്കൂ. അതിലൂടെ മാത്രമേ അസിഡിറ്റി നശിക്കൂ. അതുകൊണ്ട് നമ്മൾ ഈ മണ്ണിലേക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കുന്നതിലൂടെ നമ്മളെ മിത്ര സൂക്ഷ്മാണുക്കൾക്ക് ഒരു കാരണവശാലും സർവനാശം സംഭവിക്കില്ല. സർവനാശം സംഭവിക്കുന്നത് നമ്മുടെ ക്ഷുദ്ര സൂക്ഷ്മാണുക്കൾക്കാണ്. അതായത് ശത്രുകീടങ്ങൾക്കാണ് കൂടുതലും നാശം സംഭവിക്കുന്നത്. ശത്രുകീടങ്ങൾ നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശത്രുകീടങ്ങളുടെ ആഹാരം നമ്മളെ മണ്ണിൽ നിന്നുള്ള അസിഡിറ്റി അത് തന്നെയാണ്. അതായത് ഇരുമ്പിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും നൈട്രജൻ്റെയും സൾഫറിൻ്റെയും എല്ലാം കൂടിയും കുറഞ്ഞുമുള്ള ഒരിതുണ്ട്. ആ ഒരു ലെവലിലാണ് ഈ ശത്രുകീടങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലതയോടെ വളരാൻ കഴിയുന്നത്. അതിൻ്റെ ആഹാരം തന്നെ ഇതാണ്. ഈ അസിഡിറ്റി ആയിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ഈ ശത്രുകീടങ്ങളുടെ അക്രമകാരിയായിട്ടുള്ള
കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആഹാരം നശിക്കുന്നതോടുകൂടി ഈ കീടങ്ങൾ പൂർണ്ണമായി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.